സോ നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ ഫിസിക്സ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഫിസിക്സിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതേപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണോ ഇമ്പോർട്ടൻറ്റ്, NCERT വായിക്കണോ, എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കവർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമുക്ക് എങ്ങനെയാണ് കെമിസ്ട്രി ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. കാരണം ഫിസിക്സ് കഴിഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും ടഫ് ആവാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കെമിസ്ട്രി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫിസിക്സ് ആൻഡ് ബയോളജി. അതായത് വായിക്കേണ്ട ഭാഗവും വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഭാഗവും വരുന്നുണ്ട്. ആൻഡ് കെമിസ്ട്രി പറയുമ്പം അതിൽ ഡിവിഷനും വരുന്നുണ്ട്. ഓർഗാനിക് ഉണ്ട്, ഇനോർഗാനിക് ഉണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്. ഈ ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഫിസിക്കൽ കെമിസ്ട്രിയാണ് ഒരുവിധ പേർക്കും ടഫ്. ഇപ്പം ഫിസിക്സ് ടഫ് ആവുന്ന സ്റ്റുഡൻസിൽ നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ കെമിസ്ട്രിയും ടഫായിരിക്കും. ഫിസിക്കൽ കെമിസ്ട്രി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ ഫിസിക്സ് ഡീൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നത് അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി ഡീൽ ചെയ്യേണ്ടത്. അതായത് ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കണം, ഒരു ഫോർമുല ബുക്ക് മസ്റ്റായിട്ട് ഫിസിക്കൽ കെമിസ്ട്രിക്ക് വേണം. നിങ്ങളിപ്പോൾ ക്ലാസ് കാണുന്നത്, നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്നെങ്കിൽ ഒരു ഫോർമുല ബുക്ക് പ്രിപ്പയർ ചെയ്ത് പോവുക. അതല്ല എങ്കിൽ നിങ്ങൾ ആ നോട്ട് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യുമല്ലോ, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, ഫോർമുല ബുക്ക് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ഈ ഫോർമുല ബുക്ക് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ഉപകാരം നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാംസിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാവുമല്ലോ, കുറച്ച് ടൈം കിട്ടും. അതായത് ഒരു ചാപ്റ്റർ മൊത്തമായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു റീക്യാപ്പ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈം, അപ്പോഴാണ് നിങ്ങൾ ഈ ഫോർമുല ബുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ആൻഡ് ഒരിക്കലും നിങ്ങളിപ്പോൾ ഫോർമുല ബുക്ക് എഴുതി തുടങ്ങിയിട്ടില്ല എങ്കിൽ എഴുതാതെ നിൽക്കരുത്. ലേറ്റായി എന്ന് വിചാരിക്കരുത്. കാരണം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഫോർമുല ബുക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എയിംസ് ഭോപ്പാലിൽ ക്രാക്ക് ചെയ്ത് കയറിയ ആളുമാണ്. അവൾ ലാസ്റ്റിലേക്കുള്ള ടൈം പീരീഡ്, അതായത് 1-2 മാസം കൊണ്ടൊക്കെയാണ് ഫോർമുല ബുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് അത്ര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നീറ്റിൻ്റെ തലേന്ന് എന്ത് പഠിക്കും എന്നുള്ള ഒരു ഭയങ്കര ഒരു പ്രഷർ നമ്മുടെ മൈൻഡിൽ ഇതിന് പഠിച്ച് തുടങ്ങുമ്പോഴേ ഉണ്ടാവും. ഇപ്പോൾ ഞാനൊക്കെ റിപ്പീറ്ററിൽ കയറുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു. കാരണം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ മിസ്സാവുന്ന ടൈമിൽ ഈ ലാസ്റ്റിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അവിടെയാണ് എനിക്ക് ക്ലാരിറ്റി കിട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, ലാസ്റ്റിൽ എങ്ങനെ മാനേജ് ചെയ്യും എന്നതിന് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ടൂൾസ് ഉണ്ടാവണം. ഈ ഫോർമുല ബുക്ക് പോലെ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് പോലെ. ഒരു ടെക്സ്റ്റ് മൊത്തം ഒന്നും തലേന്നിരുന്ന് വായിക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യും എന്ന ഉത്തരത്തിന് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ചെറിയ രീതിക്ക് ഫോർമുല ബുക്കും ഷോർട്ട് നോട്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല രീതിക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ കാര്യം അങ്ങനെയാണ്. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ കേസിലാണ് കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലേ. ഈ ക്വസ്റ്റ്യൻസ് ചില ചാപ്റ്റർ ചെയ്തിട്ടും റെഡി ആവുന്നില്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്യണം. അനദർ തിങ് ഇസ് ദാറ്റ് നിങ്ങൾ ആ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കത്തെ എക്സസൈസ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആ ടൈമിൽ NCERT സൊല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു NCERT സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ആപ്പ് തന്നെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, അതിൽ ഫ്രീ ആയിട്ട് സൊല്യൂഷൻസ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ എക്സസൈസ് വെച്ചിട്ട് സൊല്യൂഷൻസ് വെച്ചിട്ട് ചെയ്തു പോകും. അപ്പം തന്നെ നിങ്ങൾക്ക് കുറേ കൺസെപ്റ്റ്സ് ക്ലിയർ ആവും. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ കെമിസ്ട്രി ഫിസിക്സ് പോലത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് കൊണ്ട് ഒന്നും ആവുന്നില്ല. 100%-ൽ ഒരു 10% മാത്രമേ നിങ്ങൾ ക്ലാസ് കാണുന്നത് കൊണ്ടാവുന്നുള്ളൂ. ബാക്കിയുള്ള 90% നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്ത് പഠിച്ചുണ്ടാക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടണം എന്നില്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും, ആൻസർ ഒന്നും കിട്ടില്ല, ഡിസപ്പോയിൻമെന്റ് ആവും, അവസാനം എന്ത് ചെയ്യും, ചെയ്യുന്നതേ നിർത്തും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണ്, ലേണിംഗ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു ക്വിക്ക് റിസൾട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. എനിക്ക് തോന്നുന്നു ഒരു 2ാമത്തെയോ 3ാമത്തെയോ പ്രാവശ്യം ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചെയ്തപ്പോഴാണ് ഇതിന്റെ ആൻസർ കാര്യങ്ങൾ കിട്ടി തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മടി കാണിക്കരുത്. ആൻഡ് NCERT എക്സസൈസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ഇങ്ങനെയാണ് നിങ്ങൾ ആ ഒരു കൺസെപ്റ്റിൽ ക്ലാരിറ്റി കാണേണ്ടത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഈക്വലിബ്രിയത്തിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇത് ഞാൻ എത്ര കളിച്ചിട്ടും ആ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും തെറ്റിക്കുന്നുള്ള ലെവലായിരുന്നു. ഞാൻ അതിന് ചെയ്ത പറഞ്ഞാൽ പൊതുവെ ചെയ്യുന്ന പോലെ തന്നെ NCERT എക്സസൈസസ് ചെയ്തു, അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ അതല്ലാതെ ഒരു എക്സ്ട്രാ ബുക്ക് എടുത്തിട്ട് എനിക്ക് ഏത് ഭാഗമാണോ തെറ്റുന്നത് ആ ഭാഗത്ത് നിന്ന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഏത് ഭാഗമാണോ ഡിഫിക്കൽട്ടായി തോന്നുന്നത് ആ ഭാഗത്ത് നിന്ന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. അപ്പം ദാറ്റ്സ് ദ കേസ് വിത്ത് ഫിസിക്കൽ കെമിസ്ട്രി. കമ്മിങ് ടു ഇനോർഗാനിക് കെമിസ്ട്രി. ഇനോർഗാനിക് കെമിസ്ട്രിക്കും കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി പഠിക്കാൻ. കാരണം എന്താ വെച്ചാൽ മൊത്തം ഫാക്ട്സ് ആണ്. നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ട്രെൻഡൊക്കെ ബൈഹാർട്ടായിട്ട് അറിയാമെങ്കിൽ, അതായത് ഡിക്രീസിങ് പോയിന്റ്, ഇൻക്രീസിങ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റിന്റെ, മെൽറ്റിംഗ് പോയിന്റിന്റെ, അയണൈസിങ് എനർജി, ഇങ്ങനത്തെ ഓരോന്നൊക്കെ അറിയാമെങ്കിൽ വളരെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. വൃത്തിക്ക് നോട്ട് ഉണ്ടാക്കണം,
ട്രെൻഡ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കവർ ചെയ്യണം. ട്രെൻഡ്സ് കാര്യങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിലൂടെ പോകണം. ആൻഡ് കുറേ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ചിലതൊക്കെ ഗ്രാഫ് ആക്കിയിട്ട് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ നിങ്ങളെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി ആണ് ഞാൻ പറഞ്ഞത്, ബയോളജി പഠിക്കുന്ന പോലെ പഠിക്കേണ്ട ഭാഗമാണ്. ടെക്സ്റ്റ് ബുക്ക് മസ്റ്റ് ആയിട്ട് വായിക്കണം. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഈ കെമിസ്ട്രിക്ക് അല്ലെങ്കിൽ ഫിസിക്സിന് ടെക്സ്റ്റ് ബുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിക്ക് വെക്കുക. ഫിസിക്സിന് നമുക്ക് കുറച്ചൊക്കെ പറയാം ടെക്സ്റ്റ് ബുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത്, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം ടെക്സ്റ്റ് ബുക്ക് നോക്കാൻ ഉണ്ട് എങ്കിൽ എന്തായാലും നിങ്ങൾ നോക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് തരും. ഞാൻ റിപ്പീറ്റ് ഇയറിലാണ് ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കുന്നത്. അതുവരെ അതൊരു പുതിയ ബുക്കിന്റെ മണയായിരുന്നു. +1 +2 ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ റിപ്പീറ്റ് ഇയറിലാണ് ഞാൻ തുറക്കുന്നത്. ആൻഡ് അത് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല രീതിക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ബട്ട് കെമിസ്ട്രീൻ്റെ കേസിൽ ഞാൻ പറയാം മസ്റ്റായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൂടെ പോകണം. ഇനിയിപ്പോൾ ഓർഗാനിക്കും ഫിസിക്കലും നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇനോർഗാനിക് നിങ്ങൾ മസ്റ്റായിട്ട് വായിക്കണം. ആൻഡ് വേറൊരു കാര്യം സ്റ്റുഡൻസ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇനോർഗാനിക് തലയിൽ നിൽക്കാൻ ഇങ്ങനെ കുറേ ട്രെൻഡ്സ് ഉണ്ടല്ലോ, ഇത് തലയിൽ നിൽക്കുന്നില്ല, എത്ര പഠിച്ചിട്ടും എത്ര റിവൈസ് ചെയ്തിട്ടും റെഡി ആവുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. പൊതുവേ നമ്മൾ എന്താ ചെയ്യുക, പഠിക്കും എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇനോർഗാനിക്കിന്റെ കേസിലൊന്ന് തല തിരിച്ച് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുക എന്നിട്ട് പഠിക്കുക. പഠിക്കുന്ന ടൈമിൽ ഇതാ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആ വഴി നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്തു നിന്ന് ആ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഇത് ഞാനിങ്ങനെ ആ റിപ്പീറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ടോപ്പേഴ്സിന്റെ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു. എന്തെങ്കിലും ടിപ്പ് കിട്ടുമോ ഈ കെമിസ്ട്രിക്ക് ഫിസിക്സിന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ടോപ്പർ പറഞ്ഞ ടിപ്പായിരുന്നു, എനിക്ക് ഇത് നല്ല ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. നമുക്ക് ഞാൻ റേസിലായിരുന്നു പഠിച്ചത്. അപ്പോൾ റേസിന്റെ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു, ടോപ്പിക് വൈസ് ആയിരുന്നു പോവുക. അപ്പോൾ ഈ പി ബ്ലോക്ക് ഒക്കെ പറഞ്ഞ ഓരോ ടോപ്പിക് വൈസ് ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യും, എന്നിട്ട് ആ ഭാഗത്തെ ടെക്സ്റ്റ് എടുത്ത് വായിക്കും. ഇത് എനിക്ക് നല്ല എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതെന്തായാലും ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. നെക്സ്റ്റ് കമ്മിങ് ടു ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി പറയുകയാണെങ്കിൽ അത് മാത്സ് പോലെയാണ്. ഓക്കെ, ചെയ്ത് പഠിക്കണം. ഓരോ റിയാക്ഷൻസ് നിങ്ങൾ എഴുതി പഠിക്കണം. ഓരോന്നിൻ്റെ റിയേജൻറ്റ് എന്താണ് അതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടുന്നത്, ഓക്കെ, ആ ഒരു മെക്കാനിസം എന്താണ് എന്നുള്ളത് നിങ്ങളിങ്ങനെ എഴുതി പഠിക്കണം. അതല്ലാതെ നിങ്ങളുടെ തലയിൽ നിൽക്കില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഓർഗാനിക് കെമിസ്ട്രി ഈ ബുക്കിലൊന്നും എഴുതിയിട്ട് ഇത് തികയുന്നില്ല. അവസാനം ഞാൻ ന്യൂസ് പ്രിന്റിൻ്റെ ഒരു കെട്ട് വാങ്ങിയിട്ട് ഇങ്ങനെ ഇരുന്ന് എഴുതി പഠിക്കുകയാണ് ചെയ്തത്. അതേപോലെ നല്ലോണം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ എഗെയിൻ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിൽ കുറേ ക്വസ്റ്റ്യൻസ് ഔട്ടെന്ന് നിങ്ങൾക്ക് കാണാം. അത് ഒരു പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ നീറ്റിന്റെ സിലബസ് അല്ലായിരുന്നു പണ്ട് ഓർഗാനിക്കിൽ എഡിഷണൽ കുറച്ചും കൂടി സിലബസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് എടുത്തു മാറ്റി. പക്ഷെ നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ പണ്ടത്തെ സിലബസിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം നമുക്ക് തോന്നും ഓർഗാനിക് കെമിസ്ട്രി ഇനിയിപ്പോൾ ഔട്ട് പഠിക്കണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഓർഗാനിക് എന്നല്ല, എൻ്റെ ഒരു ഇതിൽ നീറ്റിന് നിങ്ങൾ ഔട്ട് പഠിക്കരുത്. ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും. കാരണം ഓൾറെഡി നമുക്കറിയാം ഇതിൻ്റെ സിലബസ് NCERT ആണ്. അതിൽ തന്നെ പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്, അത് തന്നെ ഉണ്ട് റിവൈസ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി നിങ്ങൾ ഔട്ട് പഠിക്കാത്തതാണ് നല്ലത്. ഓക്കെ, ലൈക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ഔട്ട് അറിയേണ്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞുതരും. അത് ഇതുവരെ ഞാൻ അങ്ങനെ നീറ്റിൽ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളിപ്പോൾ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതുമ്പം ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ഫ്രം NCERT വരുന്നുണ്ട് എങ്കിൽ ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്തായാലും അവിടെ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സാറ് പറയുന്നതിനനുസരിച്ച് ഓർഗാനിക്കിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പഠിക്കാം. പക്ഷെ മസ്റ്റായിട്ടും എന്തൊക്കെ അറിയണം, NCERT എല്ലാ റിയാക്ഷൻസും അറിയണം. NCERT നെയിം റിയാക്ഷൻസ് ഒക്കെ ലൈക്ക് നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒന്ന് ടെക്സ്റ്റ് മറിച്ച് നോക്കുക. അത് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആണ്. ആൻഡ് മസ്റ്റായിട്ട് NCERT എക്സസൈസ് ചെയ്യണം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്യുന്ന ടൈമിൽ എക്സാക്ട്ലി നീറ്റിൻ്റെ ലെവലിലല്ല കിടക്കുന്ന ക്വസ്റ്റൻസ്, കുറേയൊക്കെ എന്താ ഔട്ട് വരുന്നുണ്ട്. നീറ്റിൻ്റെ ലെവൽ ക്വസ്റ്റൻസ് അറിയണമെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ NCERT എടുക്കുക, എക്സസൈസസ് എടുക്കുക. കറക്റ്റ് നീറ്റിൻ്റെ ക്വസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ എന്താ പറയുക, ആ ഒരു ഇൻടെക്സ് ക്വസ്റ്റൻസിൻ്റെ ഭാഗമല്ലേ, ഇൻടെക്സ് ക്വസ്റ്റൻസിൻ്റെ ഭാഗത്തായാലും ഓർഗാനിക് അടിപൊളി ക്വസ്റ്റൻസ് ആണുള്ളത്. ലൈക്ക് നമ്മളെ കുറച്ച് നേരം തിങ്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ്, നല്ല ലെവലുള്ള ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഓർഗാനിക് നിങ്ങൾ ഈ നോട്ട് വൃത്തിക്ക് ഉണ്ടാക്കണം. ഓർഗാനിക് മസ്റ്റായിട്ട് നോട്ട് ഉണ്ടാക്കണം കേട്ടോ. അതല്ലാതെ ലൈക്ക് നിങ്ങൾ ടെക്സ്റ്റിൻ്റെ സൈഡിൽ എഴുതി കളിക്കരുത്. ഉറപ്പായിട്ടും ഓർഗാനിക്കിന് നോട്ട് ഉണ്ടാവണം. ആ നോട്ട് പഠിക്കുക. അതിനുശേഷം എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഷോർട്ട് നോട്ട്സ് ഓർഗാനിക്കിന് ആവശ്യമില്ല. കാരണം ഓർഗാനിക്കിൽ നമ്മൾ ആ നോട്ടിൽ എഴുതുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ നേരത്ത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് മൊത്തം ഞാൻ എടുത്ത് എഴുതുന്നുണ്ടാവും. അപ്പോൾ ലൈക്ക് നോട്ടിന് തുല്യം തന്നെയായി ഷോർട്ട് നോട്ടും. ആ ഷോർട്ട് നോട്ടിന് ഒരു റെലവൻസ് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും നോട്ട് ഉണ്ടാക്കുക, നോട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്ക് ഇൻടെക്സ് ക്വസ്റ്റൻസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എക്സസൈസസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താ ടൈം ഉണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കുക. എനിവേ എക്സസൈസിന്റെ ഭാഗം ഓർഗാനിക്കിൽ ഒഴിവാക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ ഇനോർഗാനിക് കെമിസ്ട്രി ബയോളജി പഠിക്കുന്ന പോലെ ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അഥവാ നിങ്ങൾക്ക് മെമ്മറിയിൽ നിൽക്കുന്നില്ല എങ്കിൽ ക്വസ്റ്റൻസ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് വായിക്കണം. ഓർഗാനിക്കിന്റെ കേസിൽ നോട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് NCERT ബാക്കിലുള്ള എക്സസൈസസ്. ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സ് പഠിക്കുന്ന പോലെ പഠിക്കണം. കുറേ ക്വസ്റ്റൻസ് ചെയ്യണം. ആൻഡ് വിത്ത് റിവിഷൻ നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും റെഡിയാവും. കെമിസ്ട്രി നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായി മാറും. ഓൾ ദി ബെസ്റ്റ്.